ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മഹാരാഷ്ട്രീയൻ പോഹയാണ്. ഇതിന് അവൽ ഉപ്പുമാവ് എന്നൊക്കെ പറയും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ പാൻ ചൂടായതിന് ശേഷം 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്തത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് നല്ലൊന്ന് പൊട്ടുന്ന ടൈമിൽ നമ്മളൊരു 1/2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. നിലക്കടല എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റണം. 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി സവാള ചെറുതായി കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ടൈമിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഗ്രീൻ പീസ് അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് കൂടുതലാവണ്ട, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ആവശ്യത്തിനുള്ള വെള്ളം അവലെടുത്ത് നല്ലോണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പം നല്ലോണം വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് അവലൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വേഗത്തിൽ അത് വെന്തോളും. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു കൈപ്പിടി അളവിക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇങ്ങനെ ലാസ്റ്റ് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ. ഇപ്പം നമ്മളെ പോഹ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും 5 മിനിറ്റും വേണ്ട, റെഡി ആവുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.